നമസ്കാരം. എൻ്റെ പേര് ബിന്ദു എന്നാണ്. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് KSRTC ബസ്സിൽ നിന്നും നെയ്യാറ്റിൻകര അവിടുന്ന് ഒരു പെൺകുട്ടി ബസ്സിൽ കയറുകയും അവർക്ക് ടിക്കറ്റ് കൈ കാശില്ലാതെ അവർ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തപ്പോൾ ഗൂഗിൾ പേയിൽ പൈസ പോകാത്തത് കൊണ്ടും അവരെ ഈ രാത്രിയൊന്നും നോക്കാതെ അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ട ഒരു സംഭവം. അതുപോലൊക്കെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുണ്ട്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഫോണോ ഇങ്ങനെ വീഡിയോ ചെയ്തിടാനോ അല്ലെങ്കിൽ ഇങ്ങനെ പറയാനൊന്നും നമ്മുടെ കയ്യിലൊന്നുമില്ല. അപ്പം ഞാനിതുപോലൊക്കെ ഇവിടെ ഭരണിക്കാവ് ഊക്കമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഉടുപ്പി എന്ന് പറയുന്നൊരു ഹോട്ടലിൽ എൻ്റെ ജോലി പാചകമാണ്. അപ്പം ഞാൻ ആ പാചകം കഴിഞ്ഞിട്ട് 7:30 ലാസ്റ്റത്തെ ബസ്സിലാണ് ഞാൻ കയറിയത്. അപ്പം അവിടുന്ന് ആ കടയിൽ നിന്ന് തന്നത് 500 ഒരു നോട്ടായിരുന്നു. അപ്പം ഞാൻ 500 നോട്ടും കൊണ്ട് രാത്രിയിൽ എവിടെ പോയി ചില്ലറ മാറുന്നത്, തന്നത് ബസ് വരുന്നത് കണ്ടുകൊണ്ട് പെട്ടെന്ന് ഞാൻ ആ പൈസയും മേടിച്ചിട്ട് ചില്ലറ വാങ്ങിക്കാതെ ആ തന്ന പൈസയും കൊണ്ട് ഓടി ബസ്സിനകത്ത് കയറിയും ബസ്സിലോട്ട് ആ പൈസ കൊടുത്തപ്പം ചില്ലറ മാറിക്കൊണ്ട് വരാത്തതിന് എന്നെ ഒരുപാട് ആക്ഷേപിച്ച് ആ വണ്ടിക്കകത്ത് വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് വണ്ടി നിർത്തിച്ചിട്ട് എന്നോട് പറഞ്ഞ് ഇവിടെ ഇറങ്ങുമെന്ന് പറഞ്ഞ് എനിക്ക് ആ ഭയങ്കര വിഷമമായി. രാത്രി ആ വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ 8:30-9 മണി വരെ ഞാൻ അവിടെ നിൽക്കണം അടുത്ത വണ്ടിക്ക്. അങ്ങനെ അത് കാണുകയും ഞാനും ആ കണ്ടക്ടറുമായിട്ട് സംസാരം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ആ വിഷമം കണ്ടുകൊണ്ട് അതിനകത്ത് ആരാണെന്ന് പോലും എനിക്കറിയത്തില്ല, എവിടെ ഉള്ളയാണെന്ന് പോലും അറിയത്തില്ല, എനിക്ക് ശൂരനാട് വരെയുള്ള ടിക്കറ്റ് അവരെടുത്തു. അതുപോണക്ക് തന്നെ ആയിരുന്നു ഒരു പ്രാവശ്യം ഞാൻ നെടുവത്തൂർ, അതും ഈ KSRTC ബസ്സിനകത്ത് തന്നെയാണ്. ഇതുപോണക്ക് മനുഷ്യപ്പറ്റും എല്ലാവരെയും ഞാൻ പറയുന്നില്ല മനുഷ്യപ്പറ്റ് സ്നേഹം ഇല്ലാത്തവരാണ്. ഇതുപോണക്ക് മനുഷ്യപ്പറ്റ് സ്നേഹം ഇല്ലാത്തൊരു വർഗ്ഗങ്ങൾ ഈ KSRTC ബസ്സിനകത്തേ ഉള്ളൂ. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ഞാൻ 100% ഞാൻ എല്ലാവരെയും പറയുന്നില്ല. അതുപോണക്ക് നെടുവത്തൂരിൽ നിന്ന് ഞാൻ കയറി. അന്ന് ഇതുപോണക്ക് ഒരവസ്ഥയിൽ നമ്മൾ അന്നന്ന് കൊണ്ടുവന്ന് കഴിയുന്നവരാ. അത് ഇതുപോണക്ക് ഞാൻ ഇത് കയറി എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറയാൻ നമുക്ക് നെടുവത്തൂരിൽ നിന്ന് കൊട്ടാരക്കര ഇറങ്ങുന്നതിന് 13 രൂപയാണ്. 13 രൂപ എൻ്റെ കയ്യിൽ 11 രൂപയുള്ളായിരുന്നു. 2 രൂപ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു പൈസ. 2 രൂപ കുറഞ്ഞതിന് അത് ഇതുപോണൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ആ കണ്ടക്ടർ അടുത്തോട്ട് നിന്ന് പറഞ്ഞ് ചേട്ടാ എൻ്റെ കയ്യിൽ ഇത്ര പൈസയേ ഉള്ളൂ, എങ്ങനെ നോക്കിയിട്ടും 13 രൂപ കൊടുക്കാൻ എൻ്റെ 10 രൂപയുള്ളായിരുന്നു, ഇതേ ഉള്ളൂ, എന്നെ ഒന്നും പറയരുത്, എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. അയ്യോ എൻ്റെ പൊന്നെ, ആ വണ്ടിക്കകത്തിട്ട് നാണം കെടുത്തിയത്. സത്യം പറഞ്ഞാൽ അവിടെ ഞാൻ പറഞ്ഞു ഇവിടെ വണ്ടി നിർത്താൻ പറഞ്ഞു, ഇവിടെ ഇറങ്ങിക്കോളാന്ന് പറഞ്ഞു. അത് ഇതുപോണക്ക് ഒരു ചേച്ചി അത് കണ്ടുകൊണ്ടിരുന്ന് എനിക്ക് 3 രൂപ എൻ്റെ 3 രൂപ കൊടുത്തു. അത് ഞാനിതിപ്പോൾ പറയാൻ കാര്യം നെയ്യാറ്റിൻകരയിലെ ആ സംഭവം, ആ യുവതിയെ ഇറക്കി വിട്ട. പക്ഷേ ഒരു പ്രൈവറ്റ് ബസ്സിലാണെങ്കിൽ ഇത്ര ഇങ്ങനെ നടക്കത്തില്ല, ഒരിക്കലും ഇങ്ങനെ നടക്കത്തുമില്ല, അവരിങ്ങനെ പറയത്തുമില്ല, ഞാൻ അങ്ങനെ കേട്ടിട്ടുമില്ല. പക്ഷേ ആ നെയ്യാറ്റിൻകര വെച്ച് ആ ഒരു യുവതിക്ക് ആ ഒരു സംഭവം നടന്നപ്പം ഇതെനിക്കൊന്ന് പറയണമെന്ന് തോന്നി. ആ സഹോദരി പറയുന്നത് ഇനി ഇതുപോണൊക്കെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവരുതെന്ന്. അതുകൊണ്ട് എനിക്ക് വന്നൊരവസ്ഥ ഞാൻ പറഞ്ഞത് സത്യമാണ്. KSRTC ബസ്സിലെ എല്ലാവരെയും ഞാൻ പറയുന്നില്ല, അതിങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഒരു മാന്യതയില്ലാത്ത ആൾക്കാരാണെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. പക്ഷേ 10 മിനിറ്റ് ചിലപ്പോൾ നമ്മൾ KSRTC ബസ്സിനകത്ത് ഒരു 10 മിനിറ്റ് മുമ്പേ ചെല്ലുന്നിടത്ത് പ്രൈവറ്റ് ബസ്സിൽ പോകുമ്പോൾ 2 മിനിറ്റ് നമുക്ക് ചിലപ്പോൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് താമസം വരും, അത്രേ ഉള്ളൂ. പക്ഷേ എന്നാലും അവർ ഇത്രയും ഇത് കാണിക്കത്തില്ല. അന്ന് എനിക്ക് 2 അനുഭവം ഉണ്ടായതാണ്. ഈ ഒരു ഇത് കണ്ടുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തത്. ആരെയെങ്കിലും ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. വേറെ ഒന്നും വെച്ചോണ്ടല്ല, ഈ ഒരു ഇത് കണ്ടോണ്ട് ഒരു ആൾക്കാരും ഇങ്ങനെ കാണിക്കരുത്. അത് ഒരു രാത്രിയാണെന്ന് പോലും നോക്കാതെ അവിടെ നിന്ന് അത് ഇറക്കി വിട്ടപ്പം മനുഷ്യനേ അല്ല ഇയാൾ, മനുഷ്യനാണോ? മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ ചെയ്യത്തില്ല. ഇങ്ങനെയും ഉള്ള ആൾക്കാരുണ്ടല്ലോ എന്ന് ഞാനിപ്പോൾ ആലോചിക്കുക. എനിക്കിത്രയേ ഉള്ളൂ പറയാൻ. എനിക്ക് വന്നൊരു ദുരഭിമാനം, എനിക്ക് വന്നൊരു ഒരു സങ്കടം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിനി വേറെ രീതിയിലൊന്നും ആക്കിക്കൊണ്ട് പോകരുത്. ഇത്രയേ ഉള്ളൂ.